ഹലോ. അപ്പോൾ എല്ലാവർക്കും ആഡപ്പഞ്ചിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നല്ല എരിവൊക്കെയുള്ള നാടൻ സ്റ്റൈലിലുള്ള ഒരു അടിപൊളി ബീട്രൂട്ട് തോരനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഈ റെസിപ്പി വീഡിയോ കഴിയുമ്പം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാകുവാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോഴൊട്ട് സമയം കളയാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിക്ക് വേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 3 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ബീട്രൂട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് വെറും രണ്ട് കാര്യം നോക്കിയാൽ നമുക്ക് നല്ല ബീട്രൂട്ട് എടുക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വലിയ സൈസിലുള്ള ബീട്രൂട്ട് എടുക്കുന്നതിന് പകരമായിട്ട് ഒന്നുകിൽ ചെറുതോ അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള ബീട്രൂട്ടോ എടുക്കാൻ നോക്കണം. വലിയ സൈസിനുള്ളതിന് അത്ര ഫ്ലേവർ കാണത്തില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ചെറിയതോ അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ളതോ എടുക്കാൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്നൊക്കെ നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ അതൊട്ടും സോഫ്റ്റ് ആയിട്ടിരിക്കാൻ പാടില്ല. അതായത് നമ്മളിങ്ങനെ പിടിച്ചു നോക്കുന്ന സമയത്ത് നമ്മുടെ ബീട്രൂട്ട് നല്ല ഫോം ആയിട്ടിരിക്കണം. അങ്ങനെയുള്ളത് എടുക്കുകയാണെങ്കിൽ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ബീട്രൂട്ട് എടുക്കാൻ. നമുക്കിനി ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. ഇവിടെ ഞാനൊരു പീലർ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്കിൻ കളയുന്നത്. അതിനുശേഷം കത്തി യൂസ് ചെയ്തിട്ട് അതിൻ്റെ കട്ടിയുള്ള മുകളിലത്തേതും താഴത്തേതും ഭാഗം ഒന്ന് കളയുകയാണ് സാധാരണ ചെയ്യുന്നത്. നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ പീലൊക്കെ ചെയ്തെടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ റെഡിയാകും. അതേപോലെ തന്നെ അരിഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ചോപ്പറാണ് അരിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ചോപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അരിഞ്ഞെടുത്താലും ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒന്നും അതിനകത്ത് വീണ് ഇങ്ങനെ കുഴഞ്ഞു പോകത്തില്ല. ഇതിനെ ശരിക്കും കഴുകിയതിന് ശേഷം ചെറിയ ക്യൂബ്സ് ആയിട്ട് ഞാൻ അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ആ 3 ബീട്രൂട്ടും ഞാൻ ശരിക്കും കഴുകിയതിന് ശേഷം ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനി ഞാൻ ഇവിടെ ചോപ്പർ യൂസ് ചെയ്തിട്ടാണ് തോരന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിക്കത്തി യൂസ് ചെയ്തിട്ടും ചെറുതാക്കി അരിഞ്ഞെടുത്താൽ മതി. എപ്പോഴും അതിന് തന്നെ ആയിരിക്കും ടേസ്റ്റ് ഇതിനെ കമ്പയർ ചെയ്യുമ്പം. പക്ഷേ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചോപ്പർ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചോപ്പർ യൂസ് ചെയ്തിട്ടാണ് ബീട്രൂട്ട് അരിഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഒരു സമയത്ത് എല്ലാ കഷ്ണങ്ങൾക്കും ഒരുവിധം സെയിം സൈസ് ആയിട്ടിരിക്കാൻ നോക്കണേ. ഇല്ലെങ്കിൽ ചെറിയ സൈസിലുള്ളത് പെട്ടെന്ന് അരിഞ്ഞു പോവുകയും വലിയ സൈസിലുള്ളത് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് കിടക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ചോപ്പറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ഒരു 1/4 ഭാഗത്തോളം ഇട്ടതിന് ശേഷം വേണം നിങ്ങൾ ചോപ്പ് ചെയ്തെടുക്കാൻ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ഒരു കത്തി കൊണ്ട് അരിഞ്ഞ ആ ഒരു ഫീല് കിട്ടും. അതേപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും ഒട്ടും തന്നെ ആ ഒരു ചോപ്പറിനകത്തോട്ട് വീഴാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കിട്ടും. ഇതേപോലെ ഞാനിനി ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തോണ്ട് വരാം. ഇപ്പോൾ ഞാൻ ആ മീഡിയം സൈസിലുള്ള 3 ബീട്രൂട്ടും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നല്ല എരിവിന് വേണ്ടിയിട്ട് ഒരു 7 തൊട്ട് 8 പച്ചമുളക് ഞാൻ ഇവിടെ ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എനിക്കിവിടെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള തോരനാണ് ഇഷ്ടം. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ചിട്ട് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നമുക്കിനി ഇതിനകത്തോട്ട് ഒരു 2 ഗാർലിക്കും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു സൈസിലുള്ള 2 ഗാർലിക്കാണ് എടുത്തിരിക്കുന്നത്. എനിക്കിവിടെ കിട്ടുന്നത് അധികം ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഗാർലിക് ആയതുകൊണ്ടാണ് ഈ ഒരു സൈസിലുള്ള 2 ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ നാട്ടിലുള്ളതാണെങ്കിൽ നല്ല ഫ്ലേവർഫുൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കുറച്ചെടുത്താൽ മതി. ഇവിടെ ഇപ്പം ഞാൻ ഇത് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാനിനി കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ട് തന്നെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം മീഡിയം സൈസിലുള്ള ഒരു സവോള കുഞ്ഞിതാക്കി അരിഞ്ഞതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നമ്മുടെ കറികളിൽ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ കാണും നമ്മുടെ ഈ തോരനാണേലും മെഴുക്കുവരട്ടിക്കാണേലും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കൂടുതൽ മുറിച്ചിട്ട് കൊടുക്കുക. ഇനി ബീട്രൂട്ട് തോരനായതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നതിനോട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ ഇടുന്നതിന് പകരമായിട്ട് ഈ ഒരു തേങ്ങയും സവോളയ്ക്ക് പകരമായിട്ട് ഒരു 5 തൊട്ട് 6 കൊച്ചുള്ളിയും ആ ഒരു 2 ഗാർലിക്ക് നമ്മൾ ഇട്ട് കൊടുത്തില്ലേ, അതും കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഒന്നെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേതുപോലെ മിക്സിയിൽ ഇട്ടതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കുക.
ഇതിനകത്തോട്ട് ഇപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയേ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ആ ഒരു പേരിന് വേണ്ടി മാത്രമാണ്. ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ പച്ചമുളക് കൂടുതലുള്ളതുകൊണ്ട് ഈ ഒരു തോരന് നല്ല സ്പൈസി ആയിരിക്കും. ഇനി നല്ല വൃത്തിയുള്ള കൈ വെച്ചിട്ട് ഈ ഒരു പച്ചമുളകും സവോളയും തേങ്ങയും ബീട്രൂട്ട് എല്ലാം കൂടി ഒന്ന് ശരിക്കും തിരുമ്മിയെടുക്കണം. പക്ഷേ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനിവിടെ കൈ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ ഏത് റെസിപ്പീസ് നോക്കിയാലും മനസ്സിലാകും. ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഞാൻ എപ്പോഴും കൈ വെച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്യാറ്. ഇനി ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതും ഒന്നും കൂടി ഒന്ന് ശരിക്കും മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരുന്നിടം വരെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്തോളേ. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ശരിക്കും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു 15 മിനിറ്റ് അടച്ചു വെക്കാം. അതിനുശേഷമാണ് നമ്മൾ തോരൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ തോരൻ്റെ ഒരു പകുതി മുക്കാൽ പണിയും കഴിഞ്ഞു. ഇതിനി ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ബീട്രൂട്ടിൻ്റെ തോരൻ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിനകത്തോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി കഴിയുമ്പം നമുക്കിതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ചിലർക്ക് ബീട്രൂട്ട് കഴിക്കുമ്പോൾ ബീട്രൂട്ടിന് ഒരു ഏർത്തി ടേസ്റ്റ് തോന്നാറുണ്ട്. അങ്ങനെയുള്ളവർ ജീരകം ഇഷ്ടമാണെങ്കിൽ ഇവിടെ കടുക് ഇടുന്നതിന് പകരമായിട്ട് ജീരകം ഇട്ടിട്ട് പൊട്ടിക്കുകയാണെങ്കിൽ ആ ഒരു ഏർത്തി ടേസ്റ്റ് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും. ഈ കടുകൊന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് ഇതിനകത്തോട്ടൊരു 3 ഉണക്കമുളക് ചെറുതാക്കി മുറിച്ചത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു എണ്ണയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചേക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ശരിക്കും ഇളക്കിയെടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കറിവേപ്പിലയാണെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഈ ഒരു കടുകും ഉണക്കമുളകും കരിഞ്ഞു പോകാതിരിക്കാൻ ഒന്ന് നോക്കണേ. നമ്മുടെ ബീട്രൂട്ട് കുറച്ച് മധുരമുള്ള ഒരു വെജിറ്റബിൾ അല്ലേ, അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കരിഞ്ഞു കഴിഞ്ഞാൽ തോരൻ ഉണ്ടാക്കി കഴിയുമ്പം ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് എടുത്തു കാണിക്കും. അതുകൊണ്ടാണ് ഇവിടെ കരിയാതെ ആ ഒരു കടുകും മുളകും വറുത്തെടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും അതിൻ്റെ താഴെയായിട്ട് കുറച്ചൊരു ബീട്രൂട്ടിൻ്റെ ജ്യൂസും വന്നിട്ടുണ്ട്. ഈ ജ്യൂസ് കിടന്നിട്ടാണ് നമ്മൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ തോരൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല നമുക്ക് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇപ്പോൾ ആ ഒരു എണ്ണയിലോട്ട് ഞാൻ നേരത്തെ തിരുമ്മി വെച്ചേക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ശരിക്കും ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ബീട്രൂട്ടൊക്കെ വെന്ത് കിട്ടാൻ ഒരു 10 തൊട്ട് 12 മിനിറ്റ് എടുക്കത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും ആവത്തില്ല. ഇത് നല്ല ടെൻഡർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതേപോലെ തന്നെ നിങ്ങളിങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ. ഇത് നമ്മൾ ബീട്രൂട്ട് വളരെ കുഞ്ഞിതാക്കിയാണ് അരിഞ്ഞേക്കുന്നത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ ചിലപ്പം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തേക്കുന്ന ബീട്രൂട്ട് അത്ര ടെൻഡർ ഒന്നും അല്ലെങ്കിൽ, അതേപോലെ തന്നെ അധികം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒന്നും നമ്മൾ ആ തിരുമ്മി എടുക്കുന്ന സമയത്ത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് വെള്ളം അങ്ങ് തളിച്ചു കൊടുത്താൽ മതി. ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ഇത് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത് കുറച്ചും കൂടി വേകാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് ഉപ്പിൻ്റെയും കുറവുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഓൾറെഡി കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട, തുറന്ന് തന്നെ വെച്ചിട്ട് നമുക്കിത് ശരിക്കും ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് തുറന്ന് വെച്ച് ഒരു 2-3 മിനിറ്റും കൂടി ശരിക്കും ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ബീട്രൂട്ട് ശരിക്കും വെന്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പിഞ്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം ഇത് ശരിക്കും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഒത്തിരി നേരം ഇട്ട് ഓവർ കുക്ക് ചെയ്യരുത്. ആ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ സ്വീറ്റ്നെസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ഈ തോരൻ കഴിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകണം. ഇത് ഒത്തിരി നേരം ഓവർ കുക്ക് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറി വേറൊരു ടേസ്റ്റിലോട്ട് മാറും. അധികം വേവിക്കരുതെന്നൊക്കെ ഞാൻ പറഞ്ഞാലും ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐ ഓഫ് ദ ബിഹോൾഡർ എന്ന് നമ്മൾ സൗന്ദര്യത്തിനെ പറ്റി പറയത്തില്ലേ, അതേപോലെ തന്നെ ഫുഡിൻ്റെ കേസിൽ നമുക്ക് നമ്മുടെ ഐക്ക് പകരമായിട്ട് ഞാനിവിടെ നാക്കിനെയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് വേവിക്കുകയോ കൂടുതൽ വേവിക്കുകയോ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണേ. ഇപ്പോൾ ഞാൻ ആ ഒരു കറിവേപ്പിലും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ശരിക്കും ഒന്ന് ഇളക്കിയിട്ട് ഒരു മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്തായിരുന്നു. അതിനുശേഷം തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഈ ഒരു ബീട്രൂട്ട് തോരനിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന മുളക് പൊടിയും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട. എൻ്റെ അമ്മ അത് യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെയും റെസിപ്പി വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി ഫോൾ കളേഴ്സിൻ്റെ ഫോട്ടോസ് ഇടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇട്ടേക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്